വിവാദ വിഷയമായ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ല് വലിച്ചു എന്നാണ് ഇത് സംബന്ധിച്ച വാർത്തയ്ക്ക് മാതൃഭൂമി ദിനപത്രം കൊടുത്തിരിക്കുന്ന ശീർഷകം. ബിൽ വലിച്ചു. ഈ ബിൽ ഇന്നലെ ലോക്സഭ പരിഗണനയ്ക്ക് എടുക്കേണ്ടതായിരുന്നു. പക്ഷേ പല കാരണങ്ങളെന്ന് പറഞ്ഞാൽ എം പിമാരുടെ ഭാഗത്തുനിന്ന്, പ്രതിപക്ഷ എം പിമാരുടെ ഭാഗത്തുനിന്നുണ്ടായ അതിശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അത് ഇന്നലെ പരിഗണിക്കുന്നത് മാറ്റിവെക്കേണ്ടി വന്നു. അതിനെക്കുറിച്ചാണ് ഈ ശീർഷകം, ബിൽ വലിച്ചു. അതോടൊപ്പം തന്നെ ഒന്നാം പേജിലുള്ള പോക്കറ്റ് കാർട്ടൂണിൽ ഈ FCRA, അതായത് വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലിനെ കുറിച്ച് ഒരു ഏപ്രിൽ ഫൂൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്താണ് മാതൃഭൂമി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്ത് സന്ദേശം നൽകാനാണ് പത്രം ആഗ്രഹിച്ചത് എന്ന് നമുക്കിത് വായിച്ചാലൊന്നും മനസ്സിലാവുന്നില്ല. ഇത് വായിക്കുന്ന ക്രിസ്ത്യാനികളെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്താം, ഒന്ന് തൃപ്തിപ്പെടുത്താം എന്നാണ് ഉദ്ദേശമെങ്കിൽ അതൊട്ടും ഫലവത്തായിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒന്നാമത്തെ കാര്യം, തൃശ്ശൂർ ഒഴിയ മറ്റു സ്ഥലങ്ങളിൽ ഭൂരിപക്ഷം നസ്രാണികളും വായിക്കുന്നത് മലയാള മനോരമയോ ദീപികയോ ആണ്. ഈ വിവാദ ഭേദഗതി ബില്ലിനെതിരെ രാജ്യമെങ്ങും വളരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ, ഇതുപോലെ വിദേശ സഹായം കിട്ടുന്ന NGOകൾ, പ്രതിപക്ഷം, കേരളത്തിലാണെങ്കിൽ LDFും UDFും ഒരുപോലെ ഈ വിവാദ ഭേദഗതി ബില്ലിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞല്ലോ, ഇന്നലെ ആയിരുന്നു അത് ലോക്സഭയിൽ പരിഗണനയ്ക്ക് വരേണ്ടിയിരുന്നത്. സഭ ചേരുന്നതിന് മുമ്പായിട്ട് തന്നെ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് പ്രതിപക്ഷ MLA മാർ ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തി. അതിനുശേഷം സഭ ആരംഭിച്ചപ്പോൾ, ചോദ്യോത്തരം തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധവുമായി എഴുന്നേറ്റു. ഇതിനെതിരെ മുദ്രാവാക്യം വിളിച്ചു, ഈ ബില്ല് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ സ്പീക്കർ പറഞ്ഞു, നമുക്ക് ഈ ബില്ല് പരിഗണനയ്ക്ക് വരട്ടെ, അന്നേരം നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കാം, അല്ലെങ്കിൽ പ്രതിഷേധം ഉയർത്താം ഒന്നൊക്കെ സ്പീക്കർ ഓം ബിർള പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും പ്രതിപക്ഷം ചെവിക്കൊണ്ടില്ല. അവരിതിനെതിരായിട്ട് ശക്തമായിട്ട് ശബ്ദമുയർത്തിക്കൊണ്ടിരുന്നു. ഇത് പിൻവലിക്കുക തന്നെ വേണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അങ്ങനെ സഭ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു ഘട്ടം വന്നപ്പോൾ നമ്മുടെ പാർലമെന്ററി അഫയേഴ്സ് മന്ത്രി കിരൺ റിജ്ജു, അദ്ദേഹം ഈ ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ടിയുള്ള മന്ത്രാലയത്തിന്റെ ചുമതലയും ഉള്ളയാളാണ്, അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഈ ബില്ല് ഇന്ന് പരിഗണിക്കുന്നില്ല, ഇന്ന് ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുന്നില്ല എന്ന് ഒരു ഉറപ്പ് സഭയിൽ നൽകി. അതിനെ തുടർന്നാണ് ബഹളം അല്പം ഒന്ന് അയഞ്ഞത്. സഭ ചേർന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയപ്പോൾ തന്നെ സർക്കാരിന് ഈ നിലപാട് പറയാമായിരുന്നു. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളാണ് പാർലമെന്ററി അഫയേഴ്സ് മന്ത്രി കിരൺ റിജ്ജു. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല. പ്രതിഷേധം എത്രത്തോളം പോകുന്നുവെന്ന് കാണാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. പിന്നെ സഭ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം എഴുന്നേറ്റത്. പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിരുന്നു, അതായത് ഈ ബില്ല് പിൻവലിക്കുന്നൊന്നുമില്ല, ബില്ല് ഇന്നത്തേക്ക് മാറ്റിവെക്കുന്നു, ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അഥവാ CBCIയും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടതുപോലെ ഇതൊരു JPCക്ക് വിട്ടിരുന്നെങ്കിൽ, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി, ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളടങ്ങുന്ന ഒരു സംയുക്ത കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ പഠനത്തിന് വിട്ടിരുന്നെങ്കിൽ ഈ പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങളോട് തെല്ലെങ്കിലും അനുഭാവം ഗവൺമെന്റിനുണ്ട് എന്ന് നമുക്ക് കരുതാമായിരുന്നു. വേണമെങ്കിൽ ഇന്നലെ തന്നെ ഒരു പ്രമേയം കൊണ്ടുവന്നത് JPCക്ക് വിടാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് സഭ പരിഗണിക്കുന്നതിന് മുമ്പ് ഒരു JPCക്ക് വിടുന്നതാണെന്നുള്ളൊരു ഉറപ്പ് ഗവൺമെന്റിന് അല്ലെങ്കിൽ കിരൺ റിജ്ജുവിന് നൽകാമായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. വാസ്തവത്തിൽ എന്താണ് ഈ ബില്ലിൽ ഇത്ര പ്രതിഷേധാർഹമായിട്ടുള്ളത്? ഇത് UPA സർക്കാരിന്റെ കാലത്ത് ഈ നിയമത്തിൽ ധാരാളം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതാണ്. അതിലൊന്നും ആർക്കും വലിയ എതിർപ്പൊന്നുമില്ല. അതായത് വിദേശത്തു നിന്ന് വരുന്ന പണത്തിന്റെ ദുരുപയോഗം തടയുക, അല്ലെങ്കിൽ അത് വകമാറ്റി ചെലവഴിക്കുന്നത് അവസാനിപ്പിക്കുക, ഈ വക ലക്ഷ്യങ്ങളാണെങ്കിൽ ഈ വിദേശ സഹായത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിൽ ആരും എതിരല്ല, ക്രൈസ്തവ സഭകളും എതിരല്ല. പക്ഷേ ഈ ഭേദഗതി ബില്ലിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയുടെ FCRA അക്കൗണ്ട് റദ്ദാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സർക്കാർ അത് റദ്ദാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ലൈസൻസ് ഇനി വേണ്ട എന്ന് ആ സംഘടന, ആ സഭ തീരുമാനിക്കുകയാണെങ്കിൽ, ഇതിനു മുമ്പ് വിദേശത്തു നിന്ന് വന്ന പണം ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആസ്തികൾ, സ്വത്തുകൾ, ഇതൊക്കെ ഈ ബില്ലിലെ വ്യവസ്ഥ അനുസരിച്ച് നിയമിക്കുന്ന ഒരു അതോറിറ്റിക്ക് ഏറ്റെടുക്കാം, കേന്ദ്ര ഗവൺമെന്റിന് ഏറ്റെടുക്കാം, അത് കേന്ദ്ര ഗവൺമെന്റിൻ്റെതായി മാറ്റാം. ഈ ഭേദഗതിയാണ് ക്രൈസ്തവ സഭകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും എതിർപ്പിന് കാരണമായിരിക്കുന്നത്. ഇത് നിലവിൽ വരികയാണെങ്കിൽ പല കാരണങ്ങൾ ഉപയോഗിച്ച്, ചെറിയ കാരണങ്ങൾ ഉപയോഗിച്ച് ഈ FCRA അക്കൗണ്ടുകൾ റദ്ദാക്കാൻ ഗവൺമെന്റിന് സാധിക്കും.
ഇപ്പോൾ തന്നെ കേരളത്തിലെ പല ക്രൈസ്തവ സഭകളുടെയും പല അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുക. ഇപ്പോൾ അത് പ്രവർത്തനക്ഷമമല്ല. ഓർത്തഡോക്സ് സഭയുടെ 3 അക്കൗണ്ടുകൾ ഇതുപോലെ മരവിപ്പിച്ചിരിക്കുന്നു. വിവിധ കത്തോലിക്ക സഭകളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അക്കൗണ്ട് മരവിപ്പിച്ചാൽ ആ അക്കൗണ്ടിലേക്ക് വന്ന പണം ഉപയോഗിച്ചുണ്ടാക്കിയ ആസ്തികൾ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാം. അതാണ് ഇതിലെ ഏറ്റവും അപകടകരമായ അല്ലെങ്കിൽ മാരകമായ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിനെയാണ് ക്രൈസ്തവ സഭകളും പ്രതിപക്ഷവും അതുപോലെ മറ്റ് ഏജൻസികളും ഒക്കെ എതിർക്കുന്നത്. ഇന്നലെ ലോക്സഭയിൽ ഇത് സംബന്ധിച്ച പ്രതിഷേധം ഉണ്ടായപ്പോൾ ബില്ല് പരിഗണിക്കുന്നത് മാറ്റിവെച്ചെങ്കിലും അതിനുശേഷം പുറത്തിറങ്ങിയ മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഈ ബില്ലിൽ നിന്ന് പിന്നാക്കം പോയിട്ടില്ല എന്നുള്ളതാണ്. ആ ബില്ലിൽ ഉറച്ചു നിൽക്കുന്നു. ആ ബില്ല് ഇപ്പോഴും സഭയുടെ മുമ്പിലുണ്ട്, പരിഗണനയിലാണ്. യുക്തമായ സമയത്ത് അത് പരിഗണിക്കും. അതായത് ഇന്നുകൊണ്ട് ഈ സെഷൻ തീരുക, പാർലമെന്റിന്റെ സമ്മേളനം അവസാനിക്കുക. അത് കഴിഞ്ഞ് അടുത്ത സമ്മേളനത്തിൽ വേണമെങ്കിൽ ഗവൺമെന്റിന് ആ ബില്ല് കൊണ്ടുവരാം, അത് ചർച്ച ചെയ്യാം, അത് ലോക്സഭയിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസ്സാക്കുകയും ചെയ്യാം. ഇന്നലെ ഈ തീരുമാനം ഉണ്ടായത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം, ക്രൈസ്തവ സഭകൾ ഉയർത്തിയ എതിർപ്പ്. മൂന്നാമത്തെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടിംഗ് ഉടനെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള NDA ചില സംഘടനകളുമായി ചേർന്നുകൊണ്ട് ക്രൈസ്തവരുടെ വോട്ടുകൾ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുന്നതിനുള്ള അല്ലെങ്കിൽ പിടിച്ചു പറ്റുന്നതിനുള്ള ചില ശ്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവരെ പ്രീണിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ. അരമനകളിൽ കേക്കുമായിട്ട് ചെല്ലുന്നു, പുഷ്പങ്ങളുമായിട്ട് ചെല്ലുന്നു, പുഷ്പഹാരങ്ങളുമായി ചെല്ലുന്നു. അങ്ങനെ അവരെയൊക്കെ പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ദേശീയ തലത്തിൽ നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ചില പ്രത്യേക അവസരങ്ങളിലൊക്കെ ഡൽഹിയിലെ ഏതെങ്കിലും പ്രധാന ക്രൈസ്തവ ദേവാലയത്തിൽ പോയി അല്പം സമയം ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ ബിഷപ്പുമാർക്ക് മെത്രാന്മാർക്ക് കൂടിക്കാഴ്ച അനുവദിക്കുന്നു, അല്ലെങ്കിൽ ഡിന്നർ നൽകുന്നു. അങ്ങനെ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. 2020 എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. എറണാകുളത്ത് 1, 2, 3 പഞ്ചായത്തുകളിലുണ്ടായിരുന്ന ഒരു സംഘടനയാണ്. BJP അവരെ NDAയുടെ ഭാഗമാക്കി. എന്നിട്ട് ഇതൊരു വലിയ സംഘടനയാണെന്ന് തോന്നത്തക്ക രീതിയിൽ, അതായത് ഇതിന്റെ സ്ഥാപകരും മറ്റും ക്രൈസ്തവരായതുകൊണ്ട്, ക്രൈസ്തവരായ ആളുകൾ ഇതിന്റെ നേതൃരംഗത്ത് ഉള്ളതുകൊണ്ട് ഇതൊരു വലിയ ക്രൈസ്തവ സംഘടനയാണ്, കേരളം മുഴുവൻ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ക്രൈസ്തവ സംഘടനയാണെന്ന ഒരു ബോധ്യം ഉണ്ടാക്കിക്കൊണ്ട് 19 സീറ്റുകൾ BJP നൽകിയിരിക്കുക. അവരവരുടെ A ക്ലാസ് സീറ്റുകളായിട്ട് കരുതിയിരുന്ന, അവർക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് അവര് കണക്കാക്കിയിരുന്ന മണ്ഡലങ്ങൾ പോലും ഈ 2020 നൽകിയിരിക്കുക. അങ്ങനെ പല ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ക്രൈസ്തവരായ ചെറുപ്പക്കാരെ പാർട്ടിയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുക, അവർക്ക് പ്രധാനപ്പെട്ട സീറ്റുകളൊക്കെ നൽകുക, അവരെ ചില പ്രത്യേക ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ നിയോഗിക്കുക. ഇങ്ങനെ ക്രൈസ്തവരുടെ ഇടയിലെ ഒരു ഔട്ട്റീച്ചിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾക്ക് ഏറ്റവും എതിർപ്പുണ്ടാക്കിയ ഒരു ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവന്നത്. ഇത് കേരളത്തിലെ BJPക്ക് നന്നായിട്ട് അറിയാം. തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെ, അത്ര വലിയ സാധ്യതകൾ ഉണ്ടെന്നല്ല, കുറെ ക്രൈസ്തവ വോട്ടുകളെങ്കിലും വസൂലാക്കാനുള്ള ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന്. അതുകൊണ്ട് ഇന്നലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ അമിത്ഷായെ വിളിച്ചു. അദ്ദേഹമാണല്ലോ ആഭ്യന്തരമന്ത്രി. ഈ വിഷയങ്ങൾ സംസാരിച്ചു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് ഈ ബില്ല്. അത് പരിഗണിക്കുന്ന കാര്യം. അതിനെക്കുറിച്ചാണ് മാതൃഭൂമി പറഞ്ഞത്. ബിൽ വലിച്ചിട്ടൊന്നുമില്ല, ബിൽ വലിക്കാൻ പോകുന്നുമില്ല. കിരൺ റിജ്ജു പറഞ്ഞതുപോലെ യുക്തമായ സമയത്ത് അത് വീണ്ടും പാർലമെന്റിൽ കൊണ്ടുവരും. അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് അത് പാസ്സാക്കി എടുക്കുകയും ചെയ്യും. BJP സർക്കാർ ഇത് അബദ്ധവശാൽ കൊണ്ടുവന്ന ഒരു ബില്ലൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു നിയമ ഭേദഗതിയല്ല. വളരെ ബോധപൂർവം ആലോചിച്ച് ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന വിദേശ സഹായത്തിന്റെ സ്രോതസ്സുകൾ അടയ്ക്കുക, അവരെ സർക്കാരിന്റെ വരുതിയിൽ കൊണ്ടുവരിക, ആ ഉദ്ദേശത്തോടു കൂടി തന്നെ കൊണ്ടുവന്ന ഒരു ബില്ലാണ്. അതാണ് പറഞ്ഞത്. അത് അവർ പിൻവലിക്കാനൊന്നും പോകുന്നില്ല. അത് അവരുടെ ഒരു വലിയ അജണ്ടയുടെ ഭാഗമാണ്. BJPയുടെ അല്ലെങ്കിൽ BJPയെ നിയന്ത്രിക്കുന്ന RSSന്റെ ഒരു ഒന്നാന്തര അജണ്ടയുടെ ഭാഗമാണിത്. FCRA ബിൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ അക്കൗണ്ടുകൾ നിയന്ത്രിച്ചുകൊണ്ട് ക്രൈസ്തവ സംഘടനകൾക്ക് അല്ലെങ്കിൽ അവരുമായി ബന്ധമുള്ള NGOകൾക്ക് വരുന്ന സഹായത്തിന്റെ സ്രോതസ് അടയ്ക്കുക. BJPയും RSSും കരുതുന്നത് അങ്ങനെ വരുന്ന പണമൊക്കെ ഇവിടെ മതപരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഇന്ത്യയിലെ കാര്യമായിട്ട് മതപരിവർത്തനം എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയാസ്പദമായ കാര്യമാണ്. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ അന്വേഷിച്ച് പഠിക്കുക തന്നെ വേണം. എന്താണെങ്കിലും ഈ മതപരിവർത്തനം BJPയെ സംബന്ധിച്ചോളം RSSനെ സംബന്ധിച്ചോളം അവരെ പീഡിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ ഈ ഫണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഫണ്ടിന്റെ വരവ് നിർത്തണം.
അതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത്. തൽക്കാലത്തേക്ക് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇതൊന്ന് മാറ്റിവെച്ചു എന്ന് മാത്രം. അല്ലാതെ ബിൽ വലിച്ചിട്ടില്ല, വലിക്കാനോട്ട് ഉദ്ദേശിക്കുന്നുമില്ല. BJP അല്ലെങ്കിൽ RSS ഓരോ ശത്രുക്കളെയും ഒരു കൃത്യമായി നോട്ടമിട്ട് നടപടികൾ അല്ലെങ്കിൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഗോൾവാർക്കർ എന്താണ് പറഞ്ഞത്? 3 പ്രധാന ശത്രുക്കളാണ് ഇന്ത്യയില് ഹൈന്ദവർക്കുള്ളത്, അല്ലെങ്കിൽ ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്നത്. ഒന്ന് ക്രിസ്ത്യാനികള്, രണ്ടാമത് മുസൽമാന്മാര്, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകൾ. അവർ ഓരോരുത്തരെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് RSSന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റിന്റെ ഉദ്ദേശം. യാതൊരു സംശയവും വേണ്ട. നേരത്തെ വഖഫ് ഭേദഗതി ബില്ല് ഓർക്കുന്നുണ്ടല്ലോ, അതിലെ വ്യവസ്ഥകൾ ഏതാണ്ട് അതിന് സമാനമായ ചില വ്യവസ്ഥകൾ തന്നെയാണ് ഇപ്പോൾ ഈ FCRA ബില്ലിലും ഭേദഗതി ബില്ലിലും വന്നിരിക്കുന്നത്. അവരുടെ സാമ്പത്തിക സ്രോതസ് അടയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ BJP യുടെ ചെയ്യുന്നത്. അധികാരത്തിൽ എങ്ങനെയെങ്കിലും എത്താൻ വേണ്ടി 2-3 സീറ്റിന് വോട്ടിന് വേണ്ടി ക്രൈസ്തവരെ പ്രീണിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞു. പല പല അടവുകൾ അവരതിനു വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ വോട്ടുകൾ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. പക്ഷെ അവരുടെ അന്തിമമായ താല്പര്യം വേറെയാണ്. അത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. നമുക്ക് ഒരാളെ ദുർബലനാക്കണമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുക അയാളുടെ സാമ്പത്തിക ശക്തി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അയാളുടെ സാമ്പത്തിക ഭദ്രത എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, അയാൾക്ക് വീണ്ടും സാമ്പത്തിക സഹായം ലഭിക്കാവുന്ന സ്രോതസ്സുകൾ അടയ്ക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും സാധിച്ചു കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് അങ്ങേയറ്റം ദുർബലരാക്കാൻ സാധിക്കും. ഇന്ത്യയിലെ ക്രൈസ്തവരെ നോക്കുക, അല്ലെങ്കിൽ കേരളത്തിലുള്ള ക്രൈസ്തവ സഭാ വിഭാഗങ്ങളെ നോക്കുക. അവരുടെ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് ഒന്ന് അവരുടെ വിശ്വാസമാണ്, അവരുടെ മതവിശ്വാസം. രണ്ടാമത്തേത് അവരുടെ ആസ്തിയാണ്. അവര് പണിത ദേവാലയങ്ങൾ, അവര് സ്ഥാപിച്ച കോളേജുകള്, യൂണിവേഴ്സിറ്റികള്, സ്കൂളുകള്, ആശുപത്രികള്, മെഡിക്കൽ കോളേജുകള്, മറ്റ് കാരുണ്യ ഭവനുകള്, മത പാഠശാലകൾ, സെമിനാരി പോലെയുള്ള മതപാഠശാലകൾ, അങ്ങനെ എത്രയോ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന അവരുടെ അസറ്റ്സ് അല്ലെങ്കിൽ ആസ്തി, അത് അവരുടെ ഒരു വലിയ സ്വാധീനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ അവരുടെ സ്വാധീനം സമൂഹത്തിൽ ഇല്ലാതാക്കണമെങ്കിൽ അവരുടെ ആസ്തികളിന്മേൽ കൈവയ്ക്കുകയാണ് വേണ്ടത്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ മലങ്കര കത്തോലിക്ക സഭ ഈ നഗരത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭാ വിഭാഗമാണെന്ന് അവർ പോലും അവകാശപ്പെടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അവർക്കുള്ള സ്വാധീനം മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾക്കില്ല. കാരണം ഒന്ന്, അവരുടെ നേതൃത്വത്തിൽ ബഥനി കുന്നിലുള്ള, നാലാഞ്ചിറയിലെ ബഥനി കുന്നിലുള്ള ഈവാനിയോസ് കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. രണ്ടാമത് പട്ടത്ത് അവരുടെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതാണ് അവരുടെ സ്വാധീനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അതുകൂടാതെ ഈവാനിയോസ് തിരുമേനി തൊട്ട് ഇങ്ങോട്ട് ക്ലിമീസ് കാതോലിക്ക ബാബ വരെയുള്ള അവരുടെ സഭാ മേലധ്യക്ഷന്മാര് അവരുടെ ഇടപെടൽ കൊണ്ട് ഈ തിരുവനന്തപുരം നഗരത്തിലെ സമൂഹത്തില് ഉണ്ടാക്കിയ സ്വാധീനം, അത് മറ്റൊരു കാര്യം. പക്ഷേ അവരുടെ ഏറ്റവും മുഖ്യമായ സ്വാധീനത്തിന്റെ കാരണം ഈ സ്ഥാപനങ്ങളാണ്. ഇത് തന്നെയാണ് പല നഗരങ്ങളില്, പല കേന്ദ്രങ്ങളിലും ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന സ്വാധീനത്തിന്റെ പിന്നിലെ കഥ, അല്ലെങ്കിൽ പിന്നിലെ സത്യം. ഏതെങ്കിലും രീതിയിൽ അവരുടെ സ്വത്തുക്കളെ കൈവശമാക്കാൻ, അല്ലെങ്കിൽ അന്യാധീനപ്പെടുത്താൻ, അല്ലെങ്കിൽ സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ സാധിച്ചാൽ അവരുടെ സ്വാധീനവും ശക്തിയും ക്ഷയിക്കും എന്ന് അറിയാം. അതാണ് കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശം. അതല്ലാതെ ദേശീയ താല്പര്യത്തിന് അനുസരിച്ച് വിദേശ സഹായത്തിന്റെ ഉപയോഗം ക്രമീകരിക്കുക, ദുരുപയോഗം തടയുക എന്നൊക്കെ പറയുന്നത് വെറും ആലങ്കാരികമായ പറച്ചിൽ മാത്രമാണ്. ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം ഈ പറഞ്ഞതാണ്. ഒരു ക്രൈസ്തവ സഭാ വിഭാഗത്തിലെ ഒരു നേതാവ് ഇന്നലെ ഇതേപ്പറ്റി സംസാരിക്കുമ്പോൾ ചോദിച്ചു, എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ ഭേദഗതി ബില്ലുമായി സർക്കാർ വന്നതേ എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. BJPയുടെ ലക്ഷ്യം ഇങ്ങനെ വിദേശ സഹായം, വിദേശ സംഭാവനകൾ ലഭിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്, അവരെ പേടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അവർക്ക് വേണ്ടത് വോട്ടാണ്, വോട്ടിലൂടെ അധികാരമാണ്. ആ അധികാരം കിട്ടാൻ വോട്ട് ചെയ്യേണ്ടവരെ അപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോൾ കേരള BJPയുടെ അപേക്ഷ അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദം അനുസരിച്ചാണ് ഇപ്പോൾ ഈ ബില്ല് തൽക്കാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി നമ്മുടെ തൃശ്ശൂർ MP ചലച്ചിത്ര താരം സുരേഷ് ഗോപി പറഞ്ഞതുകൂടെ അദ്ദേഹത്തെ തൃശ്ശൂരിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവര് വളരെ ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ബില്ല് നടപ്പാക്കുന്നത് അതിന് ചങ്കൂറ്റം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ചങ്കൂറ്റമുള്ളവർ ഭയപ്പെടില്ല, അവരുടെ മുമ്പിൽ കയ്യൂക്ക് വിലപ്പോകില്ല.
തെരഞ്ഞെടുപ്പിനെ ഭയന്ന് ഭാരതത്തിലെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു കാര്യം മാറ്റിവെക്കാൻ BJPക്ക് സാധിക്കുകയില്ല എന്ന്. ചങ്കൂറ്റത്തിന്റെ ഭാഷയാണ് ഇവിടെ സുരേഷ് ഗോപിയെ പോലുള്ളവര് പറയുന്നത്. ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ അടക്കം വിദേശ സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഏജൻസികളെ, സ്ഥാപനങ്ങളെ, സംഘടനകളെ ചങ്കൂറ്റത്തോടെ നേരിടും എന്ന പ്രഖ്യാപനമാണ് അല്ലെങ്കിൽ പ്രസ്താവനയാണ് സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ ഭേദഗതി ബില്ല് ഭാരതീയ ജനതയ്ക്ക് ഗുണകരമാകുന്ന ഒന്നാണെന്ന്. അതെങ്ങനെയാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. അതെല്ലാവർക്കും ഗുണകരമാകുന്നതാണെങ്കിൽ ആരും അതിനെ എതിർക്കില്ലല്ലോ, ആരും പ്രതിഷേധിക്കില്ലല്ലോ. പക്ഷെ ചില വിഭാഗങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ എതിർക്കുകയും അതിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്? അത് അവരുടെ താല്പര്യങ്ങൾക്ക്, അവരുടെ നിലനിൽപ്പിന് തന്നെ ദോഷകരമായി മാറുന്നതുകൊണ്ടാണ്. ഈ ഭാരതീയ ജനത എന്നൊക്കെ പറയുന്നത് ചില പ്രത്യേക വിഭാഗങ്ങൾ മാത്രമാണ് എന്ന് വിചാരിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കും. അല്ലാതെ ഹിന്ദുക്കളും മുസൽമാന്മാരും ക്രിസ്ത്യാനികളും പാഴ്സികളും സിഖുകാരും അടങ്ങുന്നതാണ് ഭാരതീയ ജനത എന്ന് വിശ്വസിക്കുന്നവർക്ക്, ആ സങ്കല്പം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് ഇത്തരത്തിൽ പറയാൻ സാധിക്കില്ല.